മാനസമൈനേ വരൂ. താഴെ ഇറങ്ങിയപ്പോ ഇത് പൊട്ടിയ നടുപടി. എന്ത് പണിയാണ് ഈ കാണിച്ചത്? ഇവർക്ക് മീൻ പിടിക്കാനുള്ള വലമുറിച്ചിലാണ് കളിക്കണത്. ആർക്കും വേണ്ട, തറയെ കിടന്ന പഴയ സാധനമാ മോളെ. വേണ്ടാത്തൊന്നുമല്ല, ഉണക്കാനിട്ടിരിക്കുന്നതാ. അതെനിക്കറിയോ. എത്ര രൂപയുടെ സാധനം നശിപ്പിച്ചെന്നറിയോ? താൻ പറയുന്നത് കേട്ടാ തോന്നി ഞാൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന്. ഇതിന് അവകാശികളുണ്ടോ എന്ന് 2 പ്രാവശ്യം ഞാൻ വിളിച്ചു ചോദിച്ചത്, അപ്പോഴാരെയും കണ്ടില്ലല്ലോ. ഞങ്ങളുടെ വല നശിപ്പിച്ചിട്ട് കിടന്ന് ന്യായം പറയണ. കിളവനായതുകൊണ്ടാണ് കൈവയ്ക്കാത്തത്. ആരാടാ കിളവൻ? എവിടെ നിന്ന് കിട്ടിയത് ഇതിന്? ഞങ്ങളുടെ ഒരാഴ്ചത്തെ പണി കളഞ്ഞിട്ട് ചണകോട പറയുന്നു. തീരെ മര്യാദയില്ലാത്ത കൂട്ടരാ മോളെ ഇത്. വള്ളവും വലയും പരിചയമില്ലാത്തൊരു കിളവൻ അബദ്ധം പറ്റിയെന്ന് വിചാരിച്ച് ഇങ്ങനെയാണോ പെരുമാറുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഇതിന്റെ വില അത്രല്ലേ ഉള്ളൂ. ദയാദി മോതിര, എന്റെ മോതിരം എവിടെ? എന്റെ മോതിരം എവിടെയെന്ന്? കടലിൽ മീൻ പിടിക്കാൻ പോയിട്ടുണ്ടാവും. മോതിരം എവിടെ പോയി? നിങ്ങൾ വിഷമിക്കണ്ട. എത്ര ചെലവ് വന്നാലും വലയുടെ കേടുപാടുകൾ ഞാൻ തീർത്തു തന്നോളാം. നിന്റെ കേസായതുകൊണ്ട് ഞങ്ങൾ വിടുക. വാടോ വാടാ. ഈ കാരണവരെ കിട്ടിയെടുത്ത് തന്നെ കൊണ്ട് കളയണമെന്നല്ല കേട്ടാ. ഇന്ന് വലമുറിച്ച സ്ഥിതിക്ക് നാളാരെങ്കിലും തലമുറിക്കൂലെന്ന് എന്താ ഉറപ്പ്? ഈ പാർട്ടി അതായിട്ടെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. തുറന്നൊന്നും പറയുന്നില്ല. വഴിയുണ്ട്. നാടകത്തിന്റെ അടുത്ത രംഗം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ കാരണവരുടെ യഥാർത്ഥ കഥ നമ്മ അറിഞ്ഞിരിക്കും. മോന, ഈ കള്ളിനുള്ള ഗുണം എന്താണെന്നറിയാം നിനക്ക്? ഒരു ശകല അകത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ രഹസ്യങ്ങളൊന്നും അകത്തിരിക്കില്ല, എല്ലാം പുറത്തു വരും. എന്ന് പ്രതീക്ഷിക്കാം. ഏടാ നീ നോക്കൂ, ആ കാർന്നോരെ കൊണ്ട് എല്ലാ കഥയും ഞാൻ പറയിപ്പിച്ചില്ലെങ്കിൽ ആലപ്പി അപ്പച്ചൻ എന്നുള്ള എന്റെ പേര് നിങ്ങൾ മാറ്റിക്കോ. അങ്ങനെ ആ പേര് മാറ്റി ഇനി നല്ല പേരിടണ്ട. അതൊക്കെ വിട്, നമുക്കൊരു ആഘോഷം ഇട്ട് അടിച്ചു പൊളിച്ചാണ് ചെല്ലാന്ന്. ഇല്ലിമുളം കാടുകളിലെല്ലാം പാടി വരും തെന്നലേ തെന്നലേ, അല്ലിമലർക്കാവുകളിൽ വള്ളികളിൽ ഉയലാടും തെന്നലേ തെന്നലേ. ആ സാധനം നീക്കി പോയി. ഇത് ഗ്ലാസ് അവിടെ വെക്കി. ഞാൻ കറി എടുത്തേ. നല്ല അന്തിക്കള്ള ഒരെണ്ണം അടിക്കല്ലേ. എന്താ പേര് പറഞ്ഞേ? അപ്പച്ചൻ. സ്വന്തം മോമരെ പേരല്ലേ വിളിക്കുന്നത് അപ്പച്ചാന്ന്. അപ്പച്ചാ, ഞാൻ ഇതൊന്നും കഴിക്കാറില്ല. അയ്യോ, ഞങ്ങള് കേപ്പിയുടെ ഒരു സന്തോഷത്തിന് കള്ളു കുടിച്ച സന്തോഷം വരുമെന്ന് ആരാ പറഞ്ഞേ? വെറുതെ വയറ് വീർപ്പിക്കാന്നല്ലാണ്ട്. ബ്രാൻഡ് കിട്ടുമോ? അപ്പൊ കഴിക്കല്ലേ. വെറുതെ മനുഷ്യനെ പേടിപ്പിച്ചാണ്. സർക്കാരിന് നികുതി കിട്ടുന്ന കാര്യമല്ലേ, പൗരബോധം കൊണ്ട് വല്ലപ്പോഴും. പൗരബോധം കൂടി കൂടി എന്റെ അച്ഛന്റെ ബോധം ഫുൾ ടൈം പോയി കിടക്കാണ്. ബ്രാൻഡി അടുത്തവണയാട്ടെ. തൽക്കാലം കേപ്പി ഇതങ്ങോട്ട് പിടിപ്പിച്ചേ. ശുദ്ധമായ തെങ്ങിൻ കള്ള ഒരളവിൽ അകത്ത് എഴുതുന്നത് ശരീരത്തിന് നല്ലതാണ്. വളരെ നല്ലതാ. ചെല്ലോട്ടെ ചെല്ലോട്ടെ. ഇയാള് കഴിക്കില്ല. പെണ്ണുങ്ങളുടെ എണ്ണം കഴിക്കില്ല. ഓ, മദ്യപിക്കാത്ത പെണ്ണത്തോടെ ഞാനങ്ങ് സഹിച്ചു. ഈ കടപ്പുറത്ത് സൽസ്വഭാവിയായ ഒരു ആൺകുട്ടിയുള്ളത് മോഹനം മാഷ. ഏത് സബ്ജക്റ്റ് എടുക്കുന്നത്? അങ്ങനൊന്നുമില്ല, വലയില് വീണ എല്ലാ സബ്ജക്റ്റും എടുക്കും. ഇപ്പൊ 2 ദിവസമായിട്ട് എടുക്കണ അയലേ മത്തിയാണ്. മാഷിന്നൊക്കെ ഒരു കളിയാക്കി വിളിക്കുന്ന. പണ്ട് TTCക്ക് ചേരാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അതുകൊണ്ട് Be friends with fools so that you can call yourself a genius.